സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി ലത്തീൻ കത്തോലിക്ക സഭ. കേരള സർക്കാർ എല്ലാവരുടേതുമായി തോന്നുന്നില്ല. മതം നോക്കാത്ത ഭരണമാണ് ആവശ്യം. കേന്ദ്ര സർക്കാർ ക്രൈസ്തവരുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും ലത്തീൻ കത്തോലിക്ക സഭ വ്യക്തമാക്കി. രേഷ്മ ബാബു ഉണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. രേഷ്മ, സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ. വിഷ്ണു, ലത്തീൻ കത്തോലിക്ക സഭയുടെ മെത്രാൻ സമിതിയുടെ 42ാം ജനറൽ അസംബ്ലിക്ക് ശേഷം ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ മാധ്യമങ്ങൾ കണ്ട സമയത്താണ് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉണ്ടായത്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തിയാണ് സഭ പ്രകടിപ്പിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, കേരളത്തിലെ സർക്കാർ എല്ലാവരുടേതായിട്ട് തോന്നുന്നില്ല. പലയിടത്തും, അതായത് തങ്ങളുടെ പ്രശ്നങ്ങൾ, ലത്തീൻ കത്തോലിക്ക സഭയുടെ പ്രശ്നങ്ങൾ പലയിടത്തും ഉന്നയിക്കാനായിട്ട് അധികാര സ്ഥാനങ്ങളിൽ ഉള്ളവർ ശ്രമിക്കുന്നില്ല എന്നുള്ള ഒരു പരാമർശം കൂടി സഭയുടെ ഭാഗത്തുനിന്നുണ്ടായി. മാത്രവുമല്ല, ഈ ജെയിൻ കമ്മീഷൻ റിപ്പോർട്ട് അത് പ്രസിദ്ധീകരിക്കുവാനോ ശുപാർശകൾ നടപ്പിലാക്കാനോ സംസ്ഥാന സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടുമില്ല. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ജെ.ബി. കോശി കമ്മീഷനെ നിയോഗിച്ച. റിപ്പോർട്ട് സമർപ്പിച്ച് ഇത്ര കാലമായിട്ടും അതിന്മേലൊരു തുടർ നടപടി സ്വീകരിക്കാൻ സർക്കാരിനായില്ല എന്നുള്ള ഒരു വിമർശനവും സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തായാലും സാമുദായിക സമ്മേളനം തുടരണമെന്നുള്ള നിലപാടാണ് സഭ സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി ക്രിസ്മസ് വിരുന്ന്, അതായത് ക്രൈസ്തവ പുരോഹിതന്മാർക്ക് ക്രിസ്മസ് വിരുന്ന് നൽകുന്നതിലും സഭാ നേതൃത്വം ഇപ്പോൾ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ നല്ല ബന്ധം പുലർത്തുവാനായിട്ട് കേന്ദ്രം ശ്രമിക്കുന്നുണ്ട്. ഇത്തരം വിരുന്നുകൾ എന്ന് പറയുന്നത് സൗഹൃദ യോഗങ്ങളാണ്. അവിടങ്ങളിൽ ആശങ്ക അറിയിക്കുന്നത് അനുചിതമെന്നാണ് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ സർക്കാർ എല്ലാവരുടേതുമായിട്ടും തോന്നുന്നില്ല. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് വലിയ രീതിയിൽ അതൃപ്തി ഉണ്ടെന്നാണ് സഭാ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. വിഷ്ണു.